ആണ് രാജ്. ഞാൻ കണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും പരിചയമാകുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. സിബിനെ നമ്മളെ രഞ്ജിത്തും കണ്ടിരുന്നു എന്ന് പറയുന്നു കേട്ടോ. നമ്മളെ രഞ്ജിത്തൊക്കെ ലൈവ് ചെയ്യുന്ന ആളാണ് കേട്ടോ. സിബിയുടെ പേര് എനിക്കറിയില്ല. ദുബായ്, ആ ദുബായ്, അതെ അറിയാൻ തോന്നുന്നു പറയുന്നുണ്ട്. താങ്ക് യു താങ്ക് യു. ഞാനും ദുബായ്ക്കാരൻ തന്നെയാണ്, ദുബായ്ക്കാരനാണ് ഞാനും. നിങ്ങളൊക്കെ പ്രവാസികളാണ്. രഞ്ജിത്ത് ഡണ്ണ് പറയുന്നുണ്ട്, രാജി പറയുന്നുണ്ട് രഞ്ജിത്തിനോട് ഡണ്ണാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് പരിചയപ്പെടുക. ഓരോരോ പരിചയങ്ങളും നല്ല സൗഹൃദങ്ങളിലേക്ക് ഉള്ള വഴിത്തിരിവുകളാവട്ടെ. നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് ഒരു നല്ല സൗഹൃദങ്ങളും കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ തന്നെ പറ്റട്ടെ നമുക്ക് ഓരോരുത്തർക്കും. ഞാൻ മാത്രം പ്രവാസിയല്ല, നിനക്കും പ്രവാസി ആവാലോ, രാജിക്കും പ്രവാസിയാവാം. ഒന്ന് വെറുതെ പ്രവാസത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ലെങ്കിലും ജസ്റ്റ് പ്രവാസത്തിൻ്റെ കഥകളും വേദനകളും സന്തോഷങ്ങളും ഒക്കെ അറിയാൻ പ്രവാസത്തിലേക്ക് ഒരു മാസമോ 2 മാസമോ അല്ലെങ്കിൽ 10-15 ദിവസത്തേക്ക് ഒരു വിസിറ്റിംഗ് ഒക്കെ എടുത്ത് വരാൻ കഴിയുന്ന സാഹചര്യത്തിലാണല്ലോ രാജി ഇപ്പോൾ ഏതൊരാൾക്കാരുള്ളത്. രാജിക്ക് ഞങ്ങളുടെ പ്രവാസത്തിലേക്ക് കുറച്ച് ദിവസത്തേക്കാണെങ്കിലും സ്വാഗതം അല്ലേ സിബി? അങ്ങനെയല്ലേ? നമുക്ക് സ്വാഗതം ചെയ്യാം രാജിയെ നമ്മുടെ പ്രവാസത്തിലോട്ട് അല്ലേ? രഞ്ജിത്ത് ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെയിൽസിലൊക്കെ ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ കൂടെ കൂടൽ അസാധ്യമാണ്. പക്ഷേ രഞ്ജിത്ത് നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റക്കായി കിടക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ യാത്ര സുഗമമാവട്ടെ. ഞാനും നാട്ടിലാണ് എന്ന് പറയുന്നു. അതെ, രഞ്ജിത്ത് നാട്ടിൽ തന്നെയാണ്. വിസിറ്റ് എടുത്ത് പോകാം, തീർച്ചയായിട്ടും. വിസിറ്റ് എടുത്തിട്ട് ദുബായിലോട്ട് പോയോട്ടാ. ഓൾ ഫാമിലി വെൽക്കം ടു അവർ പ്രവാസം. അല്ല സിബി, അങ്ങനെയല്ലേ പറയാ? അതേ രാജ്മുത്ത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സിബി. പ്രവാസത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ പ്രവാസം ഇല്ലാതെ ജീവിക്കല് പ്രയാസമാണ്. ആറ്റിങ്ങൽ, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, ഇനി വേറെ ജില്ലകൾ ഒക്കെ പോരട്ടെ. അതെ അതെ അതെ, ആറ്റിങ്ങൽ പോകുന്നു, കൊല്ലം പോകുന്നു, എറണാകുളം പോകുന്നു, തൃശ്ശൂർ പോകുന്നു. അങ്ങനെ രാജി ചിരിക്കുന്നുണ്ട്. എന്ത് പറ്റി രാജല്ല, രാജിനോട് ചിരിക്കുന്നുണ്ട് നമ്മുടെ രഞ്ജിത്ത് കേട്ടോ. കൊല്ലംകാര മുത്തേന്ന് വിളിക്കുന്നുണ്ട്. സിബിയുടെ പേരെന്തായിരുന്നു? സിബിയുടെ പേരൊന്ന് പറഞ്ഞ്. സിബിയുടെ പേര് സത്യം പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല. സിബി ആറ്റിങ്ങൽ നിന്ന് ഞാൻ അങ്ങനെ എന്തോ ഒരു പേര് കാസർഗോഡ് ഉണ്ടല്ലോ, ബാറ്റിങ്ങൽ, അങ്ങനെ എന്തോ ഒരു സ്ഥലം ഉണ്ടല്ലോ കാസർഗോഡ്. ഞാൻ ആക്ച്വലി അതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇന്ന് നമ്മുടെ രാജി ഇവിടെ ആ ഒരു തിരുത്തി തന്നപ്പോഴാണ് ആറ്റിങ്ങൽ എന്ന് ഞാൻ വായിച്ചത് കേട്ടോ. താങ്ക്സ് അലോട്ട് രാജി, ആ ഒരു തിരുത്തിന്. ഞാൻ ഇന്നാണ് ശരിക്കും ആ തിരുത്ത് വായിച്ചത്. ഞാൻ ഇതുവരെ ഈ സി കഴിഞ്ഞിട്ട് ബാറ്റിങ്ങൽ എന്നുള്ളത് വൺ വേർഡായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വിസിറ്റ് എടുക്കാൻ പോവാ. CB രഞ്ജിത്ത് കൂടി വരുന്നോ? പോകണ്ട ബൈക്ക് CB ഓൾറെഡി ദുബൈയിലുണ്ട്. CB ഓൾറെഡി ദുബൈയാണ്. രഞ്ജിത്തും നീ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ചന്ദ്രഭാനു ആറ്റിങ്ങൽ. അതാണ് ചന്ദ്രഭാനുവിൻ്റെ സിയും ഭാനുവിൻ്റെ ബിയും ആണ് കേട്ടോ. ഓക്കെ ചന്ദ്രഭാനു ദുബൈയിൽ എവിടെയാണ് ചന്ദ്രഭാനു? കൊല്ലംകാരൻ പറയുന്നുണ്ട് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് രാജിനോട്. ആരൊക്കെ വന്നാലും നമ്മുടെ ദുബൈയിലേക്ക് നമ്മൾ ഹാർദമായി സ്വാഗതം ചെയ്യും അല്ലേ ചന്ദ്രഭാനു? നമുക്ക് എല്ലാവരെയും സ്വീകരിക്കാനേ കഴിയും, ആരെയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയല്ലേ ചന്ദ്രഭാനു? ദുബൈയിൽ എവിടെയാണെന്ന് പറഞ്ഞില്ല കേട്ടോ. എന്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞു. നമ്മുടെ രാജി ഹോം മേക്കറാണ്. നമ്മുടെ രഞ്ജിത്ത് PVC പൈപ്പിൻ്റെ സെയിൽസ്മാൻ ആണ് കൊല്ലം ഡിസ്ട്രിക്ട് ബേസിൽ. പോവാം രഞ്ജിത്ത്, മഴ ഒന്ന് തോന്നിട്ട് പോകാം. മഴ മാത്രമല്ല പ്രശ്നം, കാറ്റുണ്ടോയെന്നുള്ളത് കൂടെ ഒന്ന് നോക്കണം. മഴയത്ത് മഴ കൊണ്ടുപോകാൻ നല്ല സുന്ദരമായിരിക്കും. സോപാനം ചേച്ചി വന്നിട്ടുണ്ട്, ലൈക്ക് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോപാനം ചേച്ചി. ചേച്ചിയുടെ അവിടെ അങ്ങനെ നല്ല മഴ ഉണ്ട്. ഇവിടെ നല്ല കൊതുവാണ്, മഴേനേക്കാളും പ്രശ്നം കൊതുവാണ് കേട്ടോ. കൊതു തന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല ചില സമയം. കാരണം മഴ പെയ്തപ്പോൾ ഈ പുല്ലിലൊക്കെ ഇരിക്കുന്ന കൊതുകളൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു, എന്നെ ഇരിക്കാൻ സമ്മതിക്കാതെ. അതേന്ന് പറയുന്നുണ്ട്, അതേ ഹലോ പറയുന്നുണ്ട്.
ഇന്ന് ഇന്ന് തിങ്കളാഴ്ച ആണല്ലോ അല്ലേ? അപ്പോൾ അവിടെ വർക്കിലായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ.